പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷ വല്ലാതെ അടുത്തു കഴിഞ്ഞു അല്ലേ? പാശ്ചാത്യ കാവ്യമീമാംസയിലെ മൂന്നാമത്തെ യൂണിറ്റ് പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണെന്ന് നിങ്ങളിൽ പലരും പറഞ്ഞിരുന്നു. എന്നാൽ പേടിക്കേണ്ട, ഏറ്റവും എളുപ്പത്തിൽ ഹൊറേസിനെയും ലോങ്കിനസിനെയും നമുക്ക് എങ്ങനെ പഠിക്കാമെന്നും പരീക്ഷയ്ക്ക് എങ്ങനെ എഴുതിയാൽ മുഴുവൻ മാർക്കും നേടാമെന്നും ടീച്ചർ ഇപ്പോൾ പറഞ്ഞുതരാം. എല്ലാവരും വളരെ ശ്രദ്ധിച്ചു കേൾക്കുക. ഈ യൂണിറ്റിൽ നമ്മൾ പ്രധാനമായും രണ്ടുപേരെക്കുറിച്ചാണ് പഠിക്കുന്നത്. ഒന്ന് ഹൊറേസ്, രണ്ട് ലോങ്കിനസ്. ഇവരെ പഠിക്കാൻ ഏറ്റവും എളുപ്പമുള്ള വഴി ഇരുവരെയും തമ്മിൽ താരതമ്യം ചെയ്ത് അഥവാ കമ്പയർ ചെയ്ത് പഠിക്കുക എന്നതാണ്. ആദ്യം നമുക്ക് ഹൊറേസിനെ നോക്കാം. പരീക്ഷയ്ക്ക് ഹൊറേസിനെക്കുറിച്ചൊരു ചോദ്യം വന്നാൽ നിങ്ങളുടെ ഉത്തരക്കടലാസിൽ ആദ്യം തന്നെ ഉണ്ടാകേണ്ട വാക്കാണ് അദ്ദേഹത്തിന്റെ കൃതിയുടെ പേര്, ആർസ് പൊയറ്റിക്ക. പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഈ പേര് ഇംഗ്ലീഷിലോ മലയാളത്തിലോ എഴുതി അണ്ടർലൈൻ ചെയ്യാൻ മറക്കരുത്. ഇതിനെ പിസ്തോ സഹോദരന്മാർക്കുള്ള കത്ത് എന്നും വിളിക്കാറുണ്ട്. എന്താണ് ഹൊറേസ് പറയുന്നത്? ടീച്ചർ ഒറ്റ വരിയിൽ പറയാം. ആഹ്ലാദകരമായ അറിവാണ് സാഹിത്യത്തിന്റെ ലക്ഷ്യം. അതായത് സാഹിത്യം നമ്മളെ ആനന്ദിപ്പിക്കുകയും അതോടൊപ്പം എന്തെങ്കിലും നല്ലത് പഠിപ്പിക്കുകയും വേണം. ടീച്ച് ആൻഡ് ഡിലൈറ്റ്. അതുപോലെ ഹൊറേസ് പറയുന്ന മറ്റൊരു പ്രധാന കാര്യമാണ് ഔചിത്യവും ഏകാഗ്രതയും. ഈ വാക്കുകൾ ഉത്തരത്തിൽ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കണം കേട്ടോ. ഹൊറേസ് കവികൾക്ക് നൽകുന്ന നിർദ്ദേശങ്ങൾ ചോദിച്ചാൽ പാരഗ്രാഫായി വലിച്ചുവാരി എഴുതാതെ 1, 2, 3 എന്ന് പോയിന്റ് ഇട്ട് വേണം എഴുതാൻ. അതായത് അറിയാവുന്ന വിഷയം മാത്രം എഴുതുക, പെട്ടെന്ന് പ്രസിദ്ധീകരിക്കാതിരിക്കുക, പുനഃപരിശോധിക്കുക, പഴയ കവികളെ മാതൃകയാക്കുക. ഇത്രയും എഴുതിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി രണ്ടാമത്തെ ആളിലേക്ക് വരാം, ലോങ്കിനസ്. ആദ്യത്തെ കാൽപ്പനിക വിമർശകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. അദ്ദേഹത്തിന്റെ കൃതിയുടെ പേരെന്താണ്? അതെ, ഓൺ ദ സബ്ലൈം. ലോങ്കിനിസിൽ നിന്ന് എസ്സേ വന്നാൽ പ്രധാനമായും ചോദിക്കുക ഉദാത്തവാദം അല്ലെങ്കിൽ ഉദാത്തതയുടെ 5 ഉറവിടങ്ങളായിരിക്കും. ഉദാത്തത എന്ന് പറഞ്ഞാൽ എന്താണ്? പരീക്ഷയ്ക്ക് ഒറ്റ വരിയിൽ ഒരു കോട്ടായിട്ട് ഇങ്ങനെ എഴുതുക: മഹത്തായൊരു മനസ്സിന്റെ പ്രതിധ്വനിയാണ് ഉദാത്തം. വായനക്കാരിൽ ഗാംഭീര്യവും അത്ഭുതവും ഉണ്ടാക്കുന്നതാണ് ഉദാത്തത. ഇനി ആ 5 ഉറവിടങ്ങൾ എങ്ങനെ എളുപ്പത്തിൽ ഓർത്തുവെക്കാമെന്ന് ടീച്ചർ പറയാം. ഈ 5 വാക്കുകൾ മാത്രം മനസ്സിൽ വെക്കുക. ചിന്ത അല്ലെങ്കിൽ ഭാവന, മഹത്തായ കാര്യങ്ങൾ സങ്കൽപ്പിക്കാനുള്ള കഴിവ്. വികാരം, തീവ്രവും യഥാർത്ഥവുമായ വികാരം. അലങ്കാരം, വാക്കുകളുടെ ഔചിത്യം. പദശൈലി, വിശിഷ്ടമായ വാക്കുകൾ. രചന, സമുന്നത ശില്പം. പരീക്ഷയ്ക്ക് ഈ 5 കാര്യങ്ങൾക്കും വ്യക്തമായ സബ് ഹെഡിംഗ് കൊടുത്തു വേണം വിശദീകരിക്കാൻ. ഇനി അവസാന വട്ട ടിപ്പുകൾ നൽകുന്നു, സ്നേഹത്തോടെ. കുട്ടികളെ, ഈ യൂണിറ്റ് പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ നമ്മൾ നോട്ട്സിന്റെ അവസാനം ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. പരീക്ഷാ ഹാളിലേക്ക് കയറുന്നതിന് മുൻപ് ആ ടേബിൾ മാത്രം ഒന്ന് കണ്ണോടിക്കുക. ഹൊറേസ്, ആർസ് പൊയറ്റിക്ക, ഔചിത്യം. ലോങ്കിനസ്, ഓൺ ദ സബ്ലൈം, ഉദാത്തവാദം. ഇങ്ങനെ തമ്മിൽ കണക്ട് ചെയ്ത് പഠിക്കുക. പരീക്ഷയ്ക്ക് ഉത്തരങ്ങൾ എഴുതുമ്പോൾ കൃത്യമായ ഹെഡിങ്ങുകൾ കൊടുക്കാനും ആർസ് പൊയറ്റിക്ക, ഓൺ ദ സബ്ലൈം പോലെയുള്ള പ്രധാന കീവേഡുകൾക്ക് താഴെ അണ്ടർലൈൻ ചെയ്യാനും മറക്കരുത്. പേപ്പർ കാണാൻ നല്ല വൃത്തിയുണ്ടായിരിക്കണം. ഇത്രയും ശ്രദ്ധിച്ചാൽ ഈ യൂണിറ്റിൽ നിന്ന് നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഉറപ്പായും കിട്ടും. എല്ലാവരും നന്നായി പഠിക്കുക, ധൈര്യമായി പോയി പരീക്ഷ എഴുതുക. നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ വിജയമുണ്ടാകട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു. ഓൾ ദ വെരി ബെസ്റ്റ്.